നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ധാരാളം നേട്ടങ്ങൾക്കും ധാരാളം മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. പൊതുവേ കണ്ടകശനിയുടെ കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. പുതിയ ചിന്തകളിൽ കർമ്മസ്ഥാനത്ത് നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. എന്നാലോ കർമ്മസ്ഥാനത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന അഷ്ടമാധിപനായിട്ടുള്ള ശനിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ബിസിനസ് മേഖലകളിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യുന്നതായിട്ടൊരു മാസമാണ് ഈ മാർച്ച് മാസം. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്ത് വരികയും 5ാം ഭാവാധിപതി ഉച്ചബലത്തോടു കൂടിയിട്ട് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കൂടാതെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും വിശേഷിച്ച് സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ച തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരൻ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.